പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ശഅബാൻ മാസം വിട പറയാൻ, പുണ്യമായ റമദാൻ നമ്മളിലേക്ക് വരാൻ ഏതാനും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശഅബാൻ എന്തിൻ്റെ മാസമാണ്? ഹൃദയം ശുദ്ധിയാക്കേണ്ട മാസമാണ്. നമ്മൾ ആരെങ്കിലും ഹൃദയം ശുദ്ധിയാക്കിയിട്ടുണ്ടോ? നനച്ചൂളിയൊക്കെ നടത്തിയല്ലേ, വീട് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി, നമ്മുടെ പള്ളികളൊക്കെ കഴുകി ശുദ്ധിയാക്കി, എല്ലാം സെറ്റായിരിക്കുക, റമദാനിനെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട്, ഹൃദയ രോഗങ്ങളുണ്ട്. അംറാദുൽ ഖുലൂബ്, ഹൃദയ രോഗങ്ങൾ. ഇന്ന് തന്നെ ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഹൃദയ രോഗങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി നമ്മൾ പറിച്ച് മാറ്റിയാലല്ലാതെ റമദാൻ നമുക്ക് അനുകൂലമാവില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഉമ്മമാരെ, കേൾക്കുന്ന ഉപ്പമാരെ, ഇപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക, ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പറയപ്പെടുന്ന ഹൃദയത്തിൻ്റെ രോഗങ്ങളുണ്ടോ? ഞാനിത് മാറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, റമദാൻ നമുക്ക് അനുകൂലമാകും. എങ്ങനെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാം? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാറുണ്ട് അല്ലേ? നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇനി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വെറുതെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കോരി കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് ദുആ വസിയത്തിൽ ഒരുപാട് ആളുകൾ പറയുന്നത് പരീക്ഷയുടെ കാര്യമാണ് അല്ലേ? നമ്മുടെ മദ്രസയിൽ പരീക്ഷ കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ മോഡൽ എക്സാം നടക്കുന്നു, ബോർഡ് എക്സാം വരുന്നു, ഉസ്താദ് ദുആരക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉന്നതമായ വിജയം നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾക്കും കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ, അതായത് എക്സാം വിജയിക്കാൻ രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രദ്ധിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കെന്താണ്, പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എക്സാം പേടി, പരീക്ഷാ പേടി എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, നമ്മുടെ മക്കൾക്ക് എങ്ങനെ ഉന്നതമായ വിജയം കിട്ടാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം പറയുന്നുണ്ട്. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരുപാട് നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പലർക്കും നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിച്ചിട്ട് നല്ലൊരു ഇണയെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ലൊരു വാഹനം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആവശ്യങ്ങൾ ഖൈറായ നിലയിൽ നമുക്ക് നടത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പടച്ചവന് മാറ്റിത്തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരുണ്ട്. ആദം നബി, നൂഹ് നബി, അതുപോലെ തന്നെ ഇദ്രീസ് നബി, യഅ്കൂബ് നബി, യൂസുഫ് നബി, അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 25 പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരല്ലാത്ത ഒരുപാട് മഹത്തുക്കളുടെ പേരും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദുൽഖർനൈൻ അല്ലേ, ദുൽഖർനൈൻ രാജാവിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ വലിയൊരു മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു, അദ്ദേഹം പ്രവാചകനാണോ അല്ലയോ എന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു വലിയാണ്, അള്ളാഹുവിൻ്റെ സ്വത്വികരായ അടിമകളിൽപ്പെട്ട ഒരാളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തൻ്റെ മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ലുഖ്മാൻ എന്നാണ്. അപ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അദ്ദേഹം ഒരു കറുത്ത അടിമയായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യജമാനൻ ഒരു ദിവസം വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ലുഖ്മാൻ, നമ്മുടെ ആട്ടിൻ കൂട്ടത്തിലേക്ക് പോയിട്ട് നമ്മുടെ ആടുകൾ, അവർക്ക് ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. ഈ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ യജമാനന് ഒരുപാട് ആടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ആടുകളുടെ അടുക്കൽ ചെന്നിട്ട് ഒരു ആടിനെ അറുത്തിട്ട് ആ ആടിൻ്റെ നല്ല അവയവം എനിക്ക് കൊണ്ടുവന്ന് തരണം, നല്ല അവയവം എനിക്ക് കൊണ്ടുവന്ന് തരണം. അങ്ങനെ പോയി മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല ഒരു ആടിനെ അറുത്തു. എന്നിട്ട് ആടിൻ്റെ ഹൃദയവും
ആടിൻ്റെ നാവും ഒരു പാത്രത്തിൽ വെച്ച് കൊണ്ടുപോയി കൊടുത്തു. ഇതാണ് ഞാൻ അറുത്ത ആടിൻ്റെ, ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം ആ ആടിൻ്റെ ഏറ്റവും നല്ല അവയവം ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ യജമാനൻ വിളിച്ചിട്ട് മഹാനായ ലുക്മാനുൽ ഹക്കീം തങ്ങളോട് പറഞ്ഞു, ലുക്മാനെ, ഒരു ആടിനെ അറുത്തിട്ട് ആ ആടിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവയവം കൊണ്ടുവരണം. അങ്ങനെ ലുക്മാൻ ഹക്കീം തങ്ങൾ പോയി ഒരാടിനെ അറുത്തു. ആ ആടിൻ്റെ നാവും ഹൃദയവും ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ യജമാനൻ ചോദിച്ചു, ഇതെന്താണ് ലുക്മാൻ, 2-3 ദിവസം മുമ്പ് ഒരാടിൻ്റെ നല്ല അവയവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നതും ചീത്ത അവയവം കൊണ്ടുവരാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതും രണ്ടും ഒന്നാണല്ലോ, രണ്ടും ഹൃദയവും നാവുമാണല്ലോ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യജമാനനെ, ഒരു ആടിൻ്റെ എന്നല്ല, ഒരു ജീവനുള്ള വസ്തുവിൻ്റെ, അതായത് ജീവനുള്ള നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ ജീവനുള്ള ഒരു ജീവി, ആ ജീവിയുടെ ഏറ്റവും നല്ല അവയവം അത് നന്നായാൽ നാവാണ്, അത് നന്നായാൽ ഹൃദയമാണ്. ഒരു ജീവിയുടെ ഏറ്റവും മോശമായ അവയവം ഉണ്ടെങ്കിൽ അത് നാവാണ്, മോശമായ അവയവം ഉണ്ടെങ്കിൽ അത് ഹൃദയമാണ്. നന്നായാൽ ഏറ്റവും നല്ലതും മോശമായാൽ ഏറ്റവും മോശമായത് അത് നാവാണ്, അത് ഹൃദയമാണെന്ന് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഞാൻ ഈ ഒരു ചരിത്രം നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധമായ റജബ് മാസത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് റജബുൽ തത്ഹീരിൽ ബദൻ, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ്. ശഅബാൻ ലി തത്ഹീരിൽ ഖൽബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ശഅബാൻ. റമളാൻ ലി തത്ഹീരിർ റൂഹ്, ആത്മാവിനെ ശുദ്ധിയാക്കേണ്ട മാസമാണ് റമളാൻ. അപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ ഹൃദയം, നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് വിശുദ്ധമായ ശഅബാൻ. അപ്പോൾ ശുദ്ധമായ ശരീരം കൊണ്ട്, ശുദ്ധിയുള്ള വൃത്തിയുള്ള ക്ലിയറായ ഹൃദയം കൊണ്ട് ആയിരിക്കണം പുണ്യമായ റമളാനിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. റമളാൻ ഇതാ നമ്മുടെ തൊട്ടടികൾ എത്തിയിരിക്കുന്നു. അടുത്തയാഴ്ച ഈ സമയത്ത് ഏതായാലും നമ്മൾ പരിശുദ്ധമായ റമളാനിൽ പരിശുദ്ധമായ റമളാനിലായിരിക്കും അല്ലേ, നമ്മളൊക്കെ നോമ്പുകാരായിരിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. റമളാനിലേക്ക് നമ്മളെ റബ്ബ് അടുപ്പിച്ചു തരട്ടെ, നമ്മൾ എത്തിച്ചു തരട്ടെ. മഹത്തുക്കളായ ആളുകൾ ഈ പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനം ഒരുപാട് കരമുരുകി അല്ലേ, മനസ്സുരുകി അവരൊരു ദുആരക്കുമായിരുന്നു, റമളാൻ തൊട്ടടുത്തെത്തി, ആ റമളാനിലേക്ക് എത്താതെ, റമളാനിലേക്ക് ഞങ്ങളെ കടത്താതെ നീ മരിപ്പിക്കല്ല റബ്ബേ എന്ന് അവരിങ്ങനെ ദുആരക്കുമായിരുന്നു. നമ്മളും ദുആരക്കണം, പടച്ചവനെ റമളാൻ ഞങ്ങളുടെ തൊട്ടരികത്ത് എത്തിയിരിക്കുകയാണ്, ആ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആരക്കണം. അള്ളാഹു നമ്മളെ റമളാനിലേക്ക് എത്തിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ. റബ്ബേ, ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യുകയും റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണേ അല്ലാ, ആമീൻ. അപ്പോൾ പറഞ്ഞു വന്നത്, റമളാനിലേക്ക് നമ്മളെ എത്തിക്കലേ നമ്മൾ ദുആരക്കുന്നു. ആ റമളാൻ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ ശുദ്ധമായ ഹൃദയം നമുക്കുണ്ടാവണേ ഉമ്മമാരെ, ശുദ്ധമായ ഒരു ഹൃദയം നമുക്കുണ്ടാവണേ ഉപ്പമാരെ. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നനച്ചുകുളിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പറഞ്ഞു അല്ലേ, നനച്ചുകുളി. ആ നനച്ചുകുളിയിൽ നമ്മൾ വീട് വൃത്തിയാക്കുന്നു, നമ്മുടെ പള്ളികൾ, നമ്മുടെ വീടിൻ്റെ പരിസരം എല്ലാം നമ്മൾ വൃത്തിയാക്കി ശുദ്ധിയാക്കി. എന്തിനാ നമ്മുടെ അടുക്കളയൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നു? എന്തിനാണ്? റമളാനിനെ വരവേൽക്കാൻ. അപ്പോൾ നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയമാകുന്ന ശുദ്ധിയുള്ള ആ ഒരു വസ്തു കൊണ്ടായിരിക്കണം, ആ ഒരു വൃത്തിയുള്ള ഹൃദയം കൊണ്ടാവണം റമളാനിനെ സ്വീകരിക്കേണ്ടത്. എൻ്റെ ഉമ്മമാരെ, നമ്മുടെ കൽബിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് അസൂയ, ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽപ്പെട്ടതാണ് അസൂയ. കുശുമ്പ്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്കൊരു അനുഗ്രഹമുണ്ടായി, ഒരാളൊരു വീട് വെച്ചു, നമ്മുടെ മനസ്സു അവന് എന്നെക്കാളും പൈസ കുറഞ്ഞവനാണല്ലോ, അവൻ വീട് വെച്ചു, അതെങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിപ്പോയെങ്കിൽ, എങ്ങനെയെങ്കിലും അത് മുടിഞ്ഞു പോയെങ്കിൽ, എങ്ങനെയെങ്കിലും പൊളിഞ്ഞു പോയെങ്കിൽ, ഒരു ഭൂകമ്പം വന്ന് അവൻ്റെ ആ വീടങ്ങോട്ട് പോയെങ്കിൽ, ഇതാണെന്ത്? അസൂയ. അല്ലാതെ പഠിച്ചോനെ അവനിക്ക് വീട് വെച്ചു, ഓ അൽഹംദുലില്ലാ നല്ല വീടാണ്, ഇതുപോലൊരു വീട് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, അത് അസൂയല്ല. അപ്പോൾ അസൂയ, അതുപോലെ കുശുമ്പ്, മറ്റുള്ള ഒരാൾക്കൊരു നന്മ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് കുശുമ്പാണ്. അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം, എപ്പോഴും ദേഷ്യം, അത് ഹൃദയത്തിൻ്റെ രോഗമാണ്. അഹങ്കാരം ഹൃദയത്തിൻ്റെ രോഗമാണ്. അതുപോലെ തന്നെ പിടിവാശി, മൂക്കത്താണ് ശുണ്ടി എന്നൊക്കെ നമ്മൾ പറയൂലേ, അതായത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം, അത് ഹൃദയത്തിൻ്റെ ഒരു രോഗമാണ്, അതുണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരോട് വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം, പക,
ഇതൊക്കെ എന്താണ്? മനസ്സിൻ്റെ രോഗങ്ങളാണ്, ഹൃദയത്തിൻ്റെ രോഗം. ഇതൊക്കെ മാറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോവാൻ? റമദാനിലേക്ക് പോവാൻ. അല്ലാതെ റമദാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇപ്പോഴേ നമുക്ക് കുശുമ്പും കുഞ്ഞായ്മയൊന്നും മാറ്റിയില്ല എങ്കിൽ റമദാനിലും ഇതുപോലെ തന്നെ അസൂയയും കുശുമ്പും ഒക്കെ ആണെങ്കിൽ അല്ലാഹു തആല നമുക്ക് തന്ന റമദാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. അപ്പം റമദാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു ദുആയുണ്ട്, മഹത്തുക്കൾ പഠിപ്പിക്കുന്നൊരു ദുആയാണ്, നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഹൃദയം നന്നാവാൻ, ഹൃദയം ശുദ്ധിയാവാൻ, നല്ല ഹൃദയത്തോടെ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണോ? ഈ ദുആ പതിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ പറയുമായിരുന്നു. മഹത്തുക്കൾ പറയുന്നത് ഈ ഒരു ദുആ എപ്പോൾ പറയണമെന്നാണ്? നമ്മൾ അത്തഹിയാത്ത്, സ്വലാത്ത് അല്ലേ, നിസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹിയാത്ത് ഓതി സ്വലാത്ത് ഓതി ദുആയൊക്കെ ചെയ്യൂലേ, ആ സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു എന്ന് പറഞ്ഞ് നമ്മൾ ദുആരക്കൂലേ, ആ സമയത്ത് പറയേണ്ട ഒരു ദുആയാണെന്നാണ്. അതല്ലാത്ത സമയത്തും പറയാം. എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ചിന്ത അല്ല, ചിലപ്പോൾ നന്മ ചെയ്യണമെന്നും നമുക്ക് തോന്നും, പെട്ടെന്നായിരിക്കും തിന്മയിലേക്ക് പോകണം അല്ലേ. ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളൊക്കെ അവരൊക്കെ നല്ല രൂപത്തിൽ ജീവിക്കുന്നവരാ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷമ സങ്കടം വരുമ്പോൾ അങ്ങോട്ട് മറിഞ്ഞു പോകുന്നു അല്ലേ, ഹൃദയം മറിഞ്ഞു പോകുന്നു, മോശപ്പെട്ട ചിന്ത വരുന്നു. പിശാച് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് നമ്മുടെ ഹൃദയത്തെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ എപ്പോഴാണോ എന്താണ് വസ്വാസ് ഇട്ട് തരുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ദുആ പറയണം. എന്ത്? അല്ലാഹുമ്മ അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ, അലാ ദീനിക, നിന്റെ ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ, അതുപോലെ വൈസ്ലാമിക, നിന്റെ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതത്തിൽ, വ ത്വാഅതിക, നിന്നെ അനുസരിച്ചുള്ള ജീവിതത്തിൽ, യാ റബ്ബൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹ്. ഇതാണ് അതിന്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ റജബ് മാസം വിട പറഞ്ഞു. പുണ്യമായ ശഅബാനിലാണുള്ളത്. പവിത്രമായ റമദാൻ നമ്മളിലേക്ക് വരികയാണ്. ഹൃദയത്തെ നമ്മൾ എപ്പോഴും ശുദ്ധിയാക്കണേ. ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ടത് ദിക്ർ പറയുക, ദിക്റുകൾ അധികരിപ്പിക്കുക. നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നതാണ്. മോശപ്പെട്ട ചിന്തകൾ എടുത്ത് കളയുക, ഹൃദയം ശുദ്ധിയാകുന്നതാണ്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, മോശപ്പെട്ട കാര്യങ്ങൾ മാറ്റുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. 5 കാര്യങ്ങൾ നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്നാമതായി മഹത്തുക്കൾ പറയുകയാണ്, ദിക്റുന്നാർ, നരകത്തെ പറ്റിയുള്ള ഒരു ചിന്ത വേണേ, നരകത്തെ പറ്റിയുള്ള ഒരു ചിന്ത വേണേ. ഒരിക്കൽ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വരുന്നു. നബി ഇങ്ങനെ വരുന്നു, നോക്കുമ്പോൾ ആയിഷാ ബീവി ഇങ്ങനെ കരയുകയാണ്. തൻ്റെ സഹധർമ്മിണി കരയുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, എന്താണ് പറ്റിയത്? അപ്പോൾ അവർ പറഞ്ഞു, ദക്കർത്തുന്നാറ ഫബകൈതു, നബിയേ, ഞാൻ നരകത്തെ പറ്റി ഇങ്ങനെ വെറുതെ ചിന്തി, അല്ലാഹ് നരകം എന്തായിരിക്കും അവസ്ഥ, ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ ഹൃദയം കൊണ്ട്, അപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, നീ നരകത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചല്ലോ, നിനക്ക് വലിയ കൂലി കിട്ടും, വലിയ പ്രതിഫലമുണ്ട്. നരകത്തെപ്പറ്റി ഒന്ന് ചിന്തി. വെറുതെ ഇരിക്കുമ്പോൾ അല്ലാഹ് എന്തായിരിക്കും നരകം അല്ലേ, ഞാനൊക്കെ എങ്ങനെയാണ് പഠിച്ചോനെ, അല്ലാഹുവേ നരകത്തിൽ കടക്കുമോ, പഠിച്ചോനെ കാക്കണേ അല്ലാഹ്. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലമാണ്. പിന്നെ രണ്ടാമതായി പറയുന്നത് ദിക്റുൽ ഖബർ, ഖബറിനെ പറ്റി ഒന്ന് ചിന്തിക്കുക അല്ലേ. വെറുതെ ഇങ്ങനെ ചിന്തിക്കുക, നമ്മൾ അള്ളാഹുവേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ പോയി കിടക്കേണ്ടതാണല്ലോ, എൻ്റെ വാപ്പ എൻ്റെ ഉമ്മയൊക്കെ ഖബറിലാണല്ലോ, പഠിച്ചവൻ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഞാൻ വിജയിക്കുമോ, ഞാൻ പരാജയപ്പെടുമല്ലോ, അങ്ങനെ വെറുതെ ഒന്ന് ചിന്തിക്കുക. ഖബർ കാണുമ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കൂലേ, ആ സമയത്ത് ഇങ്ങനെ അല്ലാ ഇതിൻ്റെ ഇരട്ടി ഇരുട്ടായിരിക്കുമല്ലോ ഖബറിൽ ഉണ്ടാവുക, അല്ലാ പഠിച്ചവനെ അല്ലേ. നമ്മുടെ കട്ടിൽ കിടക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഭാഗത്തോടെ ഒരു ഉറുമ്പ് പോയാൽ നമ്മൾ അറിയും അല്ലേ. കൊതുക് വന്നാൽ നമ്മൾ തട്ടിമാറ്റും, നമുക്കിഷ്ടമല്ല. പക്ഷേ നമ്മളെ ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ കാണാത്ത കേൾക്കാത്ത
പലതരത്തിലുള്ള പുഴുക്കളും അല്ലേ പാറ്റകളും ഒക്കെയാണ് നമ്മുടെ ശരീരത്തേക്ക് വരുന്നത്. ഒന്ന് തട്ടിമാറ്റാൻ പോലും നമുക്കാവൂല. അള്ളാഹു പടച്ചോനെ, അതാണല്ലോ പോയി കിടക്കേണ്ട ഖബർ എന്ന് വെറുതെ ചിന്തിച്ചാൽ മതി, നമുക്ക് കൂലി കിട്ടുമെന്നാണ്. പിന്നെയോ മൂന്നാമതായി പറയുന്നു ദിക്റുൽ മൗത്ത്, മരണത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. പടച്ചോനെ, ഞാൻ മരിക്കേണ്ടവനാണ്, എന്നായാലും മരിക്കും, അതൊക്കെ ഇപ്പോൾ ചിന്തിക്കണോ എന്നാണ്. ഇപ്പോൾ പുതിയ ആൾക്കാർ പറയുന്നത് എന്താണ്, എടോ എന്നായാലും മരിക്കും, അതൊക്കെ ചിന്തിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഡെസ്പടിച്ചിരിക്കണോ, സങ്കടപ്പെട്ടിരിക്കണോ എന്നാണ്. എടോ മരണത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പം എന്താകും, നമ്മുടെ സ്വഭാവം നന്നാകും, നമ്മുടെ ഹൃദയം നന്നാവും, തെറ്റുകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം കുറയും, നമ്മൾ അതിലേക്ക് പോകില്ല. അതാണ് ഈ മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ ദിക്റുൽ മൗത്ത്. എല്ലാ സുഖരസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ പറ്റിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിക്കേ. പക്ഷേ ഞാൻ മരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെ വെറുതെ ചിന്തിക്കേ, കൂലി കിട്ടും അള്ളാന്റെ ഭാഗത്ത് നിന്ന്. പിന്നെയോ ദിക്റുൽ അംബിയാ ഇബാദാ, അംബിയാക്കളെ പറ്റി ചിന്തിക്കുക. പഠിച്ചോനെ, അള്ളാന്റെ ഹബീബ് ആ കാലത്ത് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, മുത്ത് റസൂൽ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ അല്ലേ. വെറുതെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുക, അവരെ പറ്റി ഒന്ന് ചിന്തിക്കുക, അതിന് പ്രതിഫലമുണ്ട്. പിന്നെ ദിക്റു സ്വാലിഹീൻ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളെ പറ്റി പറയുക, അവരെ ഒന്ന് ചിന്തിക്കുക, അവരെ പറ്റി ചിന്തിക്കുക. സ്വഹാബിമാർ, താബിഈങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, മഹത്തുക്കൾ, അവരെ പറ്റിയൊക്കെ ഒന്ന് വെറുതെ ചിന്തിക്കുക, അവരെ പറ്റി ഒന്ന് ഓർക്കുക. അതൊക്കെ എന്താണ് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ വലിയ പ്രതിഫലമാണ്. ഹൃദയം നമ്മൾ നന്നാക്കണം. എങ്ങനെ നന്നാക്കണം? ഒരു ദുആ കൊണ്ട് നന്നാക്കണം. ആ ദുആയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് ഹൃദയം ശുദ്ധിയാക്കണം. എങ്ങനെയാണ് ഹൃദയം ശുദ്ധിയാക്കേണ്ടത്? ആ കാര്യം നമ്മളിവിടെ അധികമായ ഖുർആൻ ഓതുക, ഹൃദയം ശുദ്ധിയാകും. ഖുർആൻ ഓതുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഹൃദയം നന്നാകും. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുക, അതുപോലെ തന്നെ സലാം പറയുക, ഹൃദയം നന്നാകും. ഭാര്യയോട് സലാം പറയുക, മക്കളോട്, അതുപോലെ തന്നെ ഉമ്മയോട്, വാപ്പയോട്, ഭർത്താവിനോട് സലാം പറയുക, ഹൃദയം നന്നാകും, ഹൃദയം വെളിച്ചമുള്ളതാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ റമളാനിലേക്ക് എത്താനും അവിടെയൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പടച്ചവൻ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഹൃദയത്തിൻ്റെ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആളുകൾ വിഷമത്തിൻ്റെ കാര്യം പറയുന്നു, രോഗങ്ങളുടെ കാര്യം പറയുന്നു, സങ്കടങ്ങളുടെ കാര്യം പറയുന്നു, ജോലിയുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലാണ്. അങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മക്കളുടെ പരീക്ഷകളാണ് നടക്കുന്നത്, മോഡൽ എക്സാം നടക്കുന്നു, പലരുടെയും മോഡൽ എക്സാം കഴിഞ്ഞു, ഇനി ബോർഡ് എക്സാം വരുന്നു. ഉസ്താദ് ദുആരക്കണം. മദ്രസയിലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞു, അതിലൊക്കെ ഉന്നതമായ വിജയം കിട്ടാൻ എക്സാം പേടി അല്ലേ. ഇപ്പോൾ മക്കൾക്ക് കൂടുതലായി പരീക്ഷയെ ഫേസ് ചെയ്യാനുള്ള പേടിയാണ്. അതിപ്പോൾ ഒന്നാമത് ഈ മോഡൽ എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഏകദേശ രൂപം കിട്ടും അല്ലേ, നമ്മുടെ മെയിൻ എക്സാം എങ്ങനെയാണെന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും മക്കൾക്ക് പേടി ഉണ്ടാകും. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണല്ലോ എക്സാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകൾ നമ്മൾ ഒരുപാട് ഓതാറുണ്ട്. അതിൽ പല സൂറത്തുകൾക്കും പല നേട്ടങ്ങളുണ്ട്. അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഷറഹിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം, അതിൽ ഏത് തഫ്സീർ എടുത്താലും അതിലൊക്കെ കാണുന്നത് അഖ്ല് കൂടാൻ, അതായത് ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ അത് ഓതുന്നവനിക്ക് കൂടുമെന്നാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ സൂറത്ത് ഒരിക്കലും മറക്കാൻ പാടില്ല. അത്രമാത്രം പവർ ഉള്ളൊരു സൂറത്താണ്. ആ സൂറത്ത് ഓതാൻ അറിയുന്ന കുട്ടികൾ എന്തായാലും അത് എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അല്ലെ, വെളുപ്പിനെയാണ് പഠിക്കാൻ, അല്ലെങ്കിൽ രാത്രിയാണ്, പകലാണ്, എപ്പോഴാണ് പഠിക്കാൻ, അതിന് മുമ്പ് ഒരു വട്ടം ഓതി, നല്ല രൂപത്തിൽ ഓതി നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഊതുക. എന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക. അത് ചെറിയ കുട്ടികളാണെങ്കിൽ, 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സൊക്കെയാണ് കുട്ടികളാണ്, ഇത് ഓതാൻ അറിയില്ലെങ്കിൽ രക്ഷിതാക്കൾ ഈ സൂറത്ത് ഓതിയിട്ട് കുട്ടികളെ മന്ത്രിച്ചിട്ട് വിടുക. അപ്പോൾ ഈ സൂറത്ത് മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സാം ഹോളിലേക്ക് കടക്കൂലേ, ആ സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഉത്തരവും എഴുതുന്ന സമയത്തും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പേപ്പറൊക്കെ കെട്ടിയിട്ട് നമ്മൾ ആൻസർ പേപ്പർ കൊടുക്കുന്ന സമയത്തും എന്ത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ഒരു ദിക്ർ മറന്നുപോയി. എല്ലാം അള്ളാഹുവിന് നമ്മൾ പറ്റുന്നത് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പടച്ചോനെ ബാക്കി നീ ഏറ്റെടുക്കണം എന്നുള്ളൊരു തവക്കുലിൻ്റെ ഒരു വചനമാണ് ആ പറയുന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അപ്പോൾ ഈ ഒരു സൂറത്തും ഈ ഒരു ദിക്റും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓർത്തിരിക്കുക. പക്ഷേ ഒരു കുട്ടി ഇങ്ങനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഉസ്താദെ പരീക്ഷയാണ്, എന്തെങ്കിലും ഒരു ആയത്തോ സൂറത്തോ ഒക്കെ ഉണ്ടോ ഓതാൻ? അപ്പോൾ ഞാൻ ഈ അലം നശ്റഹ് സൂറത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത് പറഞ്ഞു കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ഓൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ എന്തായാലും പരീക്ഷയ്ക്ക് തോക്കും. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ? ഉസ്താദ് പറഞ്ഞില്ല ഒരു സൂറത്ത് ഓതണമെന്ന്. പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് എക്സാം ഹാളിലേക്ക് കയറിയപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ ഈ സൂറത്ത് ഓതാൻ മറന്നുപോയി. അപ്പോൾ ഉസ്താദെ സൂറത്ത് ഓതാൻ മറന്നുപോയത് കൊണ്ട് ഞാൻ ഏതായാലും തോക്കും. അപ്പോൾ സൂറത്ത് ഓതാൻ മറന്നുപോയത് കൊണ്ട് തോക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ടോ ജയിക്കും. പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം കിട്ടാൻ വേണ്ടിയാണ്, അതായത് നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൂറത്ത് ഓതുക. അല്ല ഈ സൂറത്ത് ഓതിയില്ലെങ്കിൽ എന്തായാലും തോക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറ്റുന്നത് പോലെ ഓതുക, പറ്റുന്നത് പോലെ നമ്മൾ പറയുക, ബാക്കി അള്ളാഹുലേക്ക് തവക്കുലാക്കുക, നല്ലതുപോലെ പഠിക്കുക, പഠിച്ചതനുസരിച്ച് എഴുതുക. ആദ്യം അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുമല്ലോ, ഓടിച്ചൊന്ന് വായിച്ച് നോക്കാൻ സമയം ഉണ്ടാവുമല്ലോ. അത് നോക്കിയിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആൻസർ വെറുതെ ഒന്ന് ടിക്കിട്ട് വെക്കുക. അറിയാവുന്ന ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 5, 6, 8, 10 ഈ ക്വസ്റ്റ്യൻ എനിക്ക് നല്ലതുപോലെ അറിയാം എങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ 5 എന്ന് പറഞ്ഞ് നമ്മൾ 5 അല്ലേ 5ാമത്തെ നമ്പർ ഇട്ടിട്ട് നമ്മൾ ആ ഉത്തരം എഴുതുക. അപ്പം അങ്ങനെ എഴുതാനുള്ള സംവിധാനം ഉണ്ടല്ലോ, മുമ്പും ഒക്കെ അങ്ങനെയാണ്, നമ്മളൊക്കെ അങ്ങനെ പരീക്ഷ എഴുതി അല്ലേ. അപ്പോൾ ആദ്യം 1ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല എങ്കിൽ അത് അപ്പം അങ്ങ് ചിന്തിച്ചിരിക്കരുത്. ആ സമയത്ത് ഇങ്ങനെ അതെന്തായിരിക്കും, അത് അപ്പം ചിന്തിക്കേണ്ട. നിങ്ങൾ അറിയാവുന്ന ആൻസർ എഴുതുക. എന്നിട്ട് പിന്നെ അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ പതിയെ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങും. 1ാമത്തെ ആൻസർ അതെങ്ങനെയായിരിക്കും, എന്നിട്ടോ നമുക്ക് പഠിച്ചത് വെച്ച് നമുക്ക് അറിയാവുന്നത് വെച്ച് നമ്മൾ അങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് എക്സാം വിജയിക്കാനുള്ള ടിപ്സുകൾ. എനിക്കറിയാവുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ സൂറത്ത് മറന്നു പോകണ്ട. അതുപോലെ തന്നെ അതൊരു ദിക്റാണ്, ദുആയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മുടെ മക്കൾക്കും ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മക്കൾക്കും അല്ലാഹു തആല ഉന്നതമായ വിജയം കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.